ഞാനൊരു സ്റ്റുഡൻ്റാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൃന്ദ അർജുൻ. അപ്പൊ ഗൈസ്, നമ്മുടെ സ്റ്റുഡിയോന്റെ ഫസ്റ്റ് ഇയർ ആനിവേഴ്സറി സെലിബ്രേഷൻ ആണ് ഇതാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മിയ റിയ റിസോർട്ടിലാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ദാ നടക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും കാണാൻ എങ്ങനെയുണ്ടെന്ന് എങ്ങനെയുണ്ട് അത് പറഞ്ഞോളൂ ആൾക്കാർ. അപ്പോൾ നമുക്ക് ഈ ഒരു കോസ്റ്റ്യൂം നമുക്ക് ഡിസൈൻ ചെയ്ത് തന്നിരിക്കുന്നത് അവാനി ബ്രൈഡൽ സ്റ്റുഡിയോ ആണ്. ആൻഡ് ഓൾസോ എൻ്റെ ഈ മേക്കപ്പ് ചെയ്ത് തന്നിരിക്കുന്നത് AR മേക്ക് ഓവർ ആണ്. ആൻഡ് നമുക്ക് ഇത്രയും അടിപൊളിയായിട്ട് അത് കാണിച്ചു തരാം കേട്ടോ. ഫുൾ സെറ്റിങ്സ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത്ര അടിപൊളിയായിട്ട് നമ്മുടെ ഇവൻറ്റ് ചെയ്തു തന്നേക്കുന്നത് വെഡ്ഡിങ് മന്ത്രയാണ്. അപ്പം ഞാൻ വെഡ്ഡിങ് മന്ത്രയിലെ ചേട്ടന്മാരെ നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. ഹലോ വിഷ്ണു ചേട്ടാ. വിഷ്ണു ചേട്ടൻ ആക്ച്വലി ഇല്ലേ എൻ്റെ സൂപ്പർ സീനിയറും കൂടെയാണ് അല്ലേ, പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല. ചേട്ടൻ വന്ന് ചേർന്നപ്പോൾ ചേട്ടൻ പോയപ്പോ ഞാൻ വന്ന് ചേർന്നു. ചമ്മലാണെന്നാ പറയൂ, 2 വാക്ക് പറയൂ. എന്താ പറയുള്ളത്? ഓ താങ്ക് യു സോ മച്ച്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് നോക്ക്. ഇവരുടെ എന്തായാലും ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ പരിപാടി അടിപൊളിയാക്കി തന്നെ. സെറ്റ് ഓക്കെ ഓക്കെ ഗൈസ്. അപ്പോൾ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോ പരിപാടികളായിട്ട് തുടങ്ങണം. 7 മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ടാകും. അപ്പോൾ നമ്മുടെ ക്രൂ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ അവിടെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് നമ്മുടെ ഡാൻസേഴ്സ് പിള്ളേരെല്ലാവരും എന്താ ഇവിടെ ഉണ്ട് ഒരു സൈഡിൽ. നമ്മുടെ മീഡിയ ടീം എല്ലാവരും എന്താ അതിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരെ കാണിക്കാൻ പറ്റുന്നില്ല. ഓക്കെ ഗൈസ്. അപ്പോൾ എനിക്കറിയില്ല, ഞാൻ എക്സൈറ്റ്മെൻറ്റ് കാരണം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് പ്രോഗ്രാമിലേക്ക് പോകാം. കം ഓൺ. A very warm welcome to everyone here. And with that said, നമുക്ക് വേദിയിലുള്ള ബാക്കി ചടങ്ങുകളൊക്കെ ഇവിടെ കണ്ടിന്യൂ ചെയ്യാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഐശ്വര്യമായിട്ട് ഈ ഒരു ബദൽദീപം തെളിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു സെലിബ്രേഷൻസിന് തുടക്കം കുറിക്കാം. ഇതാണ് ചെറിയ പരിപാടി. ഇത് നാട് മൊത്തം ഉണ്ടല്ലോ. അർജുൻ ആർട്ട് സ്റ്റുഡിയോ 1 വർഷം കൊണ്ട് വൃന്ദ സക്സസ്ഫുൾ ആയിട്ട് കമ്പാനിയൻസിന്റെ കൂടെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വൃന്ദയ്ക്കും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരു വലിയ കയ്യടി നമ്മൾ കൊടുക്കേണ്ടതാണ്. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് ഓൺ യുവർ ഫസ്റ്റ് ആനിവേഴ്സറി. ഫസ്റ്റ് പാഷൻ ഫോളോ ചെയ്ത് അത് റിലേറ്റഡ് ആയിട്ട് ഒരു സ്റ്റുഡിയോ ഇടുക. സ്റ്റുഡിയോ അത് ഇത്ര ഗ്രോ ചെയ്യാന്ന് പറയുമ്പോൾ അതിന്റെ ബാക്ക് സൈഡിൽ ഒത്തിരി സ്ട്രഗിൾസ് ഉണ്ട്. ഉറപ്പാണ് ഇതിൽ ഒരുപാട് ഉയരങ്ങളിൽ ചേച്ചി എത്തുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. എന്താ പറയാ, വൃന്ദയും രാമും ഈ ഒരു ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ കുറച്ച് മുന്നേ ഞാൻ ഇവരെ തന്നെ നോക്കുമായിരുന്നു. 1 ഇയറിൽ എന്താ അവരൊരു സ്റ്റാർട്ട് ചെയ്തിട്ട് അവരുടെ ഫസ്റ്റ് ഇയറിലെ ആ ഒരു ഹാപ്പിനെസ് അവരുടെ മുഖത്തിലുണ്ട്, അവരുടെ അടുത്തുണ്ടായിരുന്നു. അത് കാണുമ്പോൾ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ അർജുൻ ആർട്ട് സ്റ്റുഡിയോയിൽ ഞാനൊരു സ്റ്റുഡൻ്റാണ്. എൻ്റെ ടീച്ചറാണ് വൃന്ദ. എല്ലാത്തിനും ഇവളുടെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഈ സാധനമാണ്. ഞാനും ഫ്ലോറും കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ്. ഇതിനൊരു പുറകെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഈ ഒരു ഫീൽഡിൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് കൂടിയാണ്. എന്തൊരു ആവശ്യം വന്നാലും എനിക്ക് എന്ത് ഡൗട്ട് വന്നാലും ഞാൻ ആദ്യം ചോദിക്കുന്നത് അവൾക്കാണ്. ഇതിലൊരുപാട് സന്തോഷം. എനിക്ക് വൃന്ദനെ ഒരുപാട് കാലമായിട്ട് അറിയാം. അവളെ വലിയൊരു സ്വപ്നമാണ് ഇങ്ങനെ ഒരു ഇവന്റ് നടത്തുന്നതും ഒരു സ്റ്റുഡിയോ മുന്നോട്ട് കൊണ്ടുപോകുന്നതൊക്കെ. വെരി 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 ഹാപ്പി ഫോർ യു ആൻഡ് ഇനിയും ഫ്ലൈ ഹൈ. ഈ പരിപാടിക്ക് എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. പറഞ്ഞ പോലെ തന്നെ ഞാനൊരു സ്വപ്ന ലോകത്താണ്. ഞാൻ ചെറുതായിരുന്നപ്പോൾ എപ്പോഴും ആഗ്രഹിച്ച ഒരു ദിവസമാണ് എൻ്റെ കൺമുന്നിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ വാക്കുകൾ കിട്ടുന്നില്ല. ചെറുപ്പത്തിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ഡാൻസ് ക്ലാസ് തുടങ്ങണം എന്നുള്ളത്. അത് ഇങ്ങനത്തെ ഒരു രീതിയിലൊന്നും ആയിരിക്കും, ഒരു ഡാൻസ് ക്ലാസ് അത്രയേ ഉള്ളൂ. പിന്നീട് ലൈഫ് ഇങ്ങനെ പോകുന്നൊരു ആ സ്വപ്നം ഞാൻ തന്നെ ഇങ്ങോട്ട് മറന്നുപോയി. പിന്നെ എൻ്റെ ജീവിതത്തിൽ
എൻ്റെ ഹസ്ബൻഡ് എന്നതുകൊണ്ടാണ് എനിക്കിപ്പോ ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ പറ്റുന്നത്. ഈ ഡാൻസ് സ്റ്റുഡിയോ തുടങ്ങിയത് എൻ്റെ രാമൂട്ടൻ തന്ന ഗിഫ്റ്റാണ് ഡാൻസ് സ്റ്റുഡിയോ, നമ്മുടെ അർജുന ഡാൻസ് സ്റ്റുഡിയോ. അതും അതിന്റെ പേര് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അർജുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബ്രദറാണ്, എൻ്റെ ചേട്ടായിയാണ്. ചേട്ടായി എവിടെയോ നിന്ന് കാണുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ചേട്ടൻ എൻ്റെ കൂടെ ഇല്ല. അപ്പോൾ ചേട്ടായിക്കുള്ളൊരു ഡെഡിക്കേഷൻ ആണ് സത്യത്തിൽ ഈ ഒരു ദിവസം. ഒരുപാട് ഹാപ്പി. എൻ്റെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വന്ന എല്ലാവർക്കും, നമ്മുടെ കുട്ടികൾ, അവരുടെ പാരൻസ്, എൻ്റെ ഫ്രണ്ട്സ്, ഫാമിലി, നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ്, എല്ലാവരും ബിഗ് താങ്ക്സ്. സത്യം പറയുന്നത് ഒന്നും കിട്ടുന്നില്ല. ഞാൻ അത്രയ്ക്ക് സന്തോഷമാണ്. എൻ്റെ മോഹൻ ഞാനിങ്ങനെ നിൽക്കുകയാണ്. അത്രേ ഉള്ളൂ പറയാൻ. താങ്ക് യു സോ മച്ച്. അതിൽ ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. എല്ലാവരും ഇവിടെ ഫ്രണ്ടിലേക്ക് വന്ന് കാട്ടോ, കൂട്ടം കൂടി നിൽക്കല്ലേ, ലൈനായിട്ട് നിൽക്കൂ. മെയ് 1-ാം തീയതി നമ്മുടെ അണ്ണന്റെ ഒരു പടം റിലീസ് ആവുന്നുണ്ട്. ഏത് അണ്ണന്റെയാണ്? സൂര്യയുടെ നമ്മുടെ റെട്രോ റിലീസ് ആവുന്നുണ്ട്. അപ്പൊ അതിന് കുറേ നല്ല സോങ്സ് ഉണ്ടെങ്കിലും ഒരു ഡാൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ സോങ് ഉണ്ട്. ആൻഡ് അത് ഒരു കാലത്ത് ഇപ്പോഴും ട്രെൻഡിങ് ആണ്. പക്ഷെ ആ റിലീസായ സമയത്ത് ആ പാട്ട് കേട്ട് നമുക്ക് അത്രയും എല്ലാവരും ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മളൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. കാരണം ഇപ്പൊ റിലീസൊക്കെ ആണല്ലോ. സോ ഡാൻസ് മാസ്റ്റർ ഇവിടെ ഉണ്ട് സ്റ്റേജിൽ. ഡാൻസ് മാസ്റ്റർ പ്ലീസ് ഒരു പാട്ട് നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. അത് ആദ്യം ജസ്റ്റ് ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക. അതിന് കഴിഞ്ഞിട്ട് ഒന്നിച്ച് നമുക്ക് ഡാൻസ് ചെയ്യാം. ഈ പാട്ടിന് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാം സ്റ്റെപ്പ് അല്ലേ? ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവർക്കും അറിയാം സ്റ്റെപ്പ്. കഞ്ഞിമേക്ക് ശ്വേത കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചേട്ടാ അപ്പൊ നമ്മുടെ സ്റ്റെപ്പ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കുറച്ച് ആദ്യം തൊട്ട് പ്ലേ ചെയ്യുകയാണെങ്കിൽ ആ ഒരു വൈബിലേക്ക് നമുക്ക് കടക്കായിരുന്നു അല്ലേ? അതെ. അടുത്തതായി ആങ്കറിന്റെ സോളോ പെർഫോമൻസ് നമ്മൾ കാണാൻ പോകുന്നതാണ്. ആ മ്യൂസിക് ഒന്ന് കൊടുക്കൂ. ആങ്കറിന്റെ അതിമനോഹരമായ പെർഫോമൻസ് നമ്മളിപ്പോ കാണാം. ഞാൻ മാത്രമല്ല. അല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ ചാടി ഓടിപ്പോയവരുണ്ട്. ആള് ഡാൻസ് ചെയ്താൽ മാത്രമേ ഞാൻ കളിക്കുള്ളൂ. അപ്പൊ കളിക്കൂ, മ്യൂസിക് കൊടുക്കൂ സുഹൃത്തുക്കളെ. ആ അതെ, ഒന്നുകൂടാ സ്റ്റെപ്പ് ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക ആദ്യം. ഒന്ന് ഉരുട്ടുക, പുറത്തുരുട്ടുക, ഈ വയ്ക്കുക. വളരെ മികച്ച ഒരു പരിപാടിയായിരിക്കും. പിന്നെ നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഇത്രയും വെയിറ്റ് നിൽക്കണം. നമുക്ക് വെറുതെ സമയം കളയാം. ഒരു കുഴപ്പമില്ല, ഒരു സ്റ്റെപ്പ് അത് അങ്ങോട്ട് 16 സെക്കൻഡ് ചാപ്പിക്കോടാം. 5, 6, 7 and roll. ഇല്ലെങ്കിൽ പിള്ളേർക്ക് കള്ളം പറഞ്ഞാണെന്ന് വിചാരിക്കും. ഇനി ഇതെടുത്തോ. എന്റെ ഫോൺ തട്ടിക്കൊണ്ട് പോയി. കാർത്തിക് സൂര്യ എന്റെ ഫോൺ അടിച്ചു മാറ്റി പോയി. പക്ഷെ എന്തായാലും ladies and gentlemen, it was super fun കേട്ടോ. അടിപൊളിയായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തെന്ന് പ്രതീക്ഷിക്കുകയാണ്. So now, ladies and gentlemen, it's time for us to move on to this special program next. All right, so ladies and gentlemen, let us give a huge round of applause and let us welcome none other than Arjun onto the stage with a big round of applause. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? This is absolutely random, right? നമ്മൾ ഇതിന് മുന്നേ കണ്ടിട്ടോ പ്ലാൻ ചെയ്തിട്ടോ ഒന്നുമില്ലല്ലോ. ആൻഡ് അവിടെ ഒരു മൈക്ക് പാസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വിൽ ബി ഗ്രേറ്റ്. ഓക്കെ, ഗ്രേറ്റ്. സോ വാട്ട്സ് യുവർ നെയിം? ഓക്കെ, മനസ്സിനകത്ത് ഒരു വലിയ ക്ലോക്ക് ഇമാജിൻ ചെയ്യാമോ ഫാസ്റ്റ് ആയിട്ട്? ആൻഡ് ആ ക്ലോക്കിൽ അതിൻ്റെ നീഡിൽസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഇമാജിൻ ചെയ്തു. ആൻഡ് അറ്റ് സം പോയിന്റ് ഇറ്റ്സ് ഗോണ സ്റ്റോപ്പ്. ഓക്കെ, ഏതെങ്കിലും ഒരു റാൻഡം ടൈമിൽ അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പോവാണ്. വേഗം പറ, ഉറക്കെ പറയാമോ? 4:20 ഓടി വന്നേ, പെട്ടെന്ന് ഓടി വന്നേ, വേഗം വാ. ഇതൊക്കെ തുടങ്ങുന്നതിന് മുന്നേ 4:20 എന്നാണല്ലേ പറഞ്ഞത്. ഇവിടെ എൻ്റെ വാച്ച് ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇഫ് യു ടേക്ക് എ ലുക്ക് അറ്റ് ഇറ്റ്, ഇതിനകത്തുള്ള ടൈം നോക്കുകയാണെങ്കിൽ ഒന്ന് പറയൂ എല്ലാവർക്കും വേണ്ടിയിട്ട്. പറയൂ, എത്ര? It is exactly 4:20. Thank you so much.
ആൻഡ് ഹാറ്റ്സ് ഓഫ്. കാരണം ഈ ഇത്രയും ഒരു സ്റ്റേജിലേക്ക് വരണമെങ്കിൽ എത്രമാത്രം അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലേ? സോ ആ ഒരു ഹാർഡ് വർക്കിന് വേണ്ടിയിട്ട് നല്ലൊരു കൈഡ് നൽകാമോ അദ്ദേഹത്തിന് വേണ്ടി? വെൽ ഡൺ അർജുൻ ആർട്ട് സ്റ്റുഡിയോയിലെ എല്ലാവരും, എല്ലാ ടീം മെമ്പേഴ്സും നമുക്കൊരു ഫോട്ടോ എടുക്കാനായിട്ട് വേദിയിലേക്ക് വരണം. അപ്പോൾ ഓൾറെഡി ഉള്ളവർ നമുക്ക് സമയം കളയണ്ട, പെട്ടെന്ന് നമുക്കൊരു ഫോട്ടോ എടുക്കാം.